മാന്യ സഹോദരൻ, കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ ദൈവം തരുന്ന വിലയേറിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കേൾവി നിങ്ങൾക്ക് നിശ്ചയമായും അനുഗ്രഹമായി തീരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഹൃദ്യമായി ഒരു സ്നേഹിതൻ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കട്ടെ എന്ന് ഹൃദയംഗമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ബോധപരമായി നിത്യതയെക്കുറിച്ച് അറിവുള്ള സ്വർഗത്തിൽ നിറങ്ങി വന്ന നസ്രയനായ യേശുക്രിസ്തു, അമർത്യതയ്ക്കപ്പുറമായി മൃത്യുവിനെ ജയിച്ച, മരണമെന്ന ഘോര ശത്രുവിനെ കാൽവറിയിൽ തോൽപ്പിച്ച യേശു കർത്താവ് പറഞ്ഞ ആധികാരികമായ ഒരു സംഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരുന്നു മുൻ എപ്പിസോഡുകളിൽ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്ന് നാം വിചിന്തനം ചെയ്യുന്നത് രണ്ട് വ്യക്തിത്വങ്ങളുടെ ഇഹലോക പരലോക ജീവിതമാണ്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് അതിനും പ്രതിയാരംഭത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരിലുള്ള ഒരു ദരിദ്രനും ഇടം നിറഞ്ഞവനായ എൻ്റെ പടിപ്പുരക്കിൽ കിടന്നിരുന്നു. ധനവാന്റെ മേശന് വീടുന്നതിന് വിശപ്പെടുപ്പാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വൃണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മുകളോട്ട് നോക്കി. ഇപ്പോൾ ദരിദ്രനായ ലാസർ യേശു കർത്താവിന് വേണ്ടി ജീവിച്ചവൻ, നിത്യജീവൻ കിട്ടിയവരുടെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ, ജീവപുസ്തകത്തിൽ പേരുള്ള ലാസർ മരണത്താൽ പോയ സ്ഥലമാണ് നമ്മൾ കേട്ടത്, അബ്രഹാമിൻ്റെ മടി അഥവാ പറുദീസ. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളൻ യേശുവെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു കൊടുത്ത മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. പറുദീസ ഒരു വിശുദ്ധൻ പോകുന്ന സ്ഥലമാണ്, മരണശേഷം പോകുന്ന സ്ഥലമാണ് പറുദീസ. ഇമ്പങ്ങളുടെ പറുദീസ, ആനന്ദത്തിൻ്റെ പറുദീസ, ബയൂരുടെ തീരം, സന്തോഷത്തിൻ്റെ ഉത്ഭവസ്ഥാനം, ഉറവിടസ്ഥാനം, വ്യാകുലങ്ങളില്ല, വേദനകളില്ല, ദുഃഖങ്ങളില്ല, ദൈവത്തോടൊപ്പം വാഴുന്ന സന്തോഷിക്കുന്ന സ്ഥലം പറുദീസ. യേശുവില്ലാത്തവൻ, വചനപ്രകാരം ജീവിക്കാത്തവൻ, ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ വേണ്ടാത്തവൻ, ലോക മോഹങ്ങളിൽ ഉല്ലസിച്ച് ജഡത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ മരണശേഷം പോകുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കാതെ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം പിശാചിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കുന്നവൻ പോകുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ്. അവിടെ നാം കാണുന്നത് ആദ്യം മരിച്ചത് ദരിദ്രനായ ലാസറായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു, മരണത്തിന് ധനവാനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരെന്നോ കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല. വിദ്യാവിഹീനെന്നോ വിദ്യാസമ്പന്നനെന്നോ സംസ്കാര ശ്രേഷ്ഠനെന്നോ സംസ്കാരമില്ലാത്തവനെന്നുള്ള വ്യത്യാസം മരണത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിലും പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലും അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം. എന്നാൽ ഇവിടുത്തെ സംഭവത്തിൽ ദരിദ്രനായ ലാസറാണ് ആദ്യം മരിച്ചത്. അടുത്ത പദം, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാവപ്പെട്ട ലാസർ ആദ്യം മരിച്ചു. ലാസറുടെ മരണം അവൻ അറിഞ്ഞു. പക്ഷെ ലാസർ മരിച്ചപ്പോൾ ധനവാൻ ആ മരണത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളണമായിരുന്നു. അതവനെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മിൽ പലരെയും പോലെ പാവപ്പെട്ട ലാസർ മരിച്ചപ്പോൾ ധനവാൻ ഓർത്തില്ല, ഞാനും ഒരിക്കൽ മരിക്കുമെന്ന്. നമ്മളും അനേക മരണത്തിനും അടക്കത്തിനും അനേക ശവസംസ്കാരത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇന്നാര് മരിച്ചു, ഇന്നാരെ അടക്കിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മരിക്കുമെന്നോ നമ്മളെ അടക്കുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല.
സത്യത്തിൽ മനുഷ്യന്റെ അവസാനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നിനയാ നേരത്ത് വരുന്ന മരണത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ ഇന്നത്തെ പോർവിളികൾ, വെല്ലുവിളികൾ, അഹങ്കാര വർത്തമാനങ്ങൾ, ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റങ്ങൾക്കൊക്കെ അറുതി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മരിച്ചത് ലാസറായിരുന്നു, പുറകാല ധനവാനും മരിച്ചു. എൻ്റെ കേൾവിക്കാരെങ്കിലും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉടനെ നമ്മളത് വിഷയം മാറ്റും. ആ ചിന്ത പോലും പലർക്കും പേടിയുളവാക്കുന്നതാണ്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനിയെങ്കിലും നിങ്ങൾ ശവസംസ്കാരത്തിന് പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കിയിരിക്കുന്നു, ആളുകൾ ക്യൂ ആയി നിൽക്കുന്നു, ഓരോരുത്തർ വന്ന് കണ്ട് പോകുന്നു. അത് കണ്ടുകൊണ്ട് ഒരു പണ്ഡിതൻ പറഞ്ഞത്, നാളത്തെ ശവം ഇന്നത്തെ ശവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. നാളത്തെ ഡെഡ് ബോഡിയാണ് ഇന്നത്തെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഗമയെ നോക്കി നിൽക്കുന്നത്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ വെസ്റ്റ്മിനിസ്റ്റർ ആബി നിങ്ങളോട് പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. വളരെ പ്രശസ്തമാണ് ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി. പ്രഭുക്കന്മാരുടെ, രാജാക്കന്മാരുടെ, സാമ്രാട്ടുകളുടെ, കോടീശ്വരന്മാരുടെ, ഇംഗ്ലണ്ടിലെ ഭരണാധിപന്മാരുടെ, ആർച്ച് ബിഷപ്പന്മാരുടെ ഒക്കെ മൃതശരീരം അടക്കിയിട്ടുള്ള സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്ന ശവക്കോട്ട. അത് കണ്ടാൽ ശവക്കോട്ടയാന്ന് പറയില്ല. വലിയൊരു പള്ളി, വളരെ മനോഹരമായൊരു പള്ളി. അതിൽ മുഴുവൻ ശവങ്ങളാണ്. സ്വർണ്ണപ്പെട്ടിയിലടക്കിയവരുണ്ട്, വെള്ളിപ്പെട്ടിയിലടക്കിയിട്ടുണ്ട്, സ്വർണം പൂശിയിട്ടുള്ളവരുണ്ട്, ഇരുത്തിയും കിടത്തിയും ഒക്കെ അടക്കിയിട്ടുള്ളവരുണ്ട്. വളരെ പ്രശസ്തമാണ് വെസ്റ്റ്മിനിസ്റ്റർ ആബി. വളരെ പ്രശസ്തന്മാരുടെ കല്ലറകൾ നിങ്ങൾക്ക് അവിടെ കാണാം. ആ സ്ഥലത്ത് പോയി നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി സന്ദർശിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അവിടെ വളരെ പ്രശസ്തമായ ഒരു കല്ലറയുണ്ട്. ഒരു ക്യാമറ എന്നർത്ഥിയുടെ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. ലോകത്തിന്റെ വേണ്ടിയും ലോക ആഡംബരങ്ങൾക്ക് വേണ്ടിയും ജീവിച്ച ആ യുവതി ഭാഗ്യവശാൽ മരിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വിശുദ്ധ വേദപുസ്തക പ്രകാരം ജീവിതം നയിപ്പാൻ ദൈവങ്ങൾക്കിടയായി. അവരുടെ മരണവും മറ്റുള്ളവർക്ക് സന്ദേശമാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൾ അവരുടെ കല്ലറയിൽ എഴുതി വെക്കുവാൻ ഒരു വാചകം കുറിച്ചു കൊടുത്തു. ആ കല്ലറയിൽ ആ വാചകം നമുക്ക് വായിക്കാം. ആ വാചകം ഇങ്ങനെയാണ്. ആ കല്ലറ കാണുന്നവരോടായി ആ കല്ലറ ഇങ്ങനെ വിളിച്ചു പറയുന്നതായി നമുക്ക് തോന്നും. ആ വാചകം ഞാൻ നിങ്ങളോട് പറയാം. ആ വാചകം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരു 100 വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. അല്ല, ഒരു 50 വർഷം മുമ്പ് ഞാൻ നിങ്ങളെ പോലെയായിരുന്നു. ഒരു 50 വർഷം കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാകും. ശ്രദ്ധിക്കണേ സ്നേഹിതരെ, അനേക ശവസംസ്കാരത്തിനായി നിങ്ങൾ കല്ലറകളിൽ ചെല്ലില്ലേ? നിരനിരയായി കല്ലറകൾ നിങ്ങൾ കാണില്ലേ? ആ കല്ലറകൾക്ക് നിങ്ങളോട് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്, ഒരു സന്ദേശമുണ്ട്. ഓരോ കല്ലറകളും നിങ്ങളോട് സന്ദേശം പറയുന്നുണ്ട്. ആ സന്ദേശം എന്തെന്നറിയാമോ? ഒരു 50 വർഷം മുമ്പ്, ഒരു 30 വർഷം മുമ്പ്, ഒരു 20 വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ്, ഒരു 7 വർഷം മുമ്പ്, ഒരു 2 വർഷം മുമ്പ്, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ്, അല്ലെ 2 ദിവസം മുമ്പ് ഞാനും നിങ്ങളെ പോലെയായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 20 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാകും. സ്നേഹിതരെ, ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നീണ്ടു പോകുന്നൊരു നിത്യതയുണ്ടെന്ന് തെറ്റുപറ്റാത്ത വേദപുസ്തകം പറയുന്നു. അനേകം വാക്യങ്ങൾ ഞാൻ തെളിവായി കഴിഞ്ഞ ആഴ്ചകളിൽ നിരത്തി. എല്ലാ വാക്യത്തിനേക്കാൾ ശ്രേഷ്ഠകരമാണ് പോഷ്ക് പറയാത്ത യേശുക്രിസ്തുവിന്റെ വാചകങ്ങൾ. യേശു പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രശസ്തമായ കവിത ലോകമായി വിട, അതിൽ സിസ്റ്റർ മേരി ബെനിഞ്ഞ പാടിയിരിക്കുന്ന ആ കവിത ഒന്നുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പടുക്കൾ എന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു, കേട്ടുകേൾവിയില്ലയോ?
പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജഡം ക്രിമാൽ. അടുത്തതൊരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. പുടുക്കളെന്ന് പേരെടുത്തവരൊക്കെ പൂർവിക പ്രമാണികർക്ക് എന്തോ സംഭവിച്ചത്? ചിന്തിക്കാത്ത സമയത്ത് സകല പ്രതാപങ്ങളോടും യാത്ര പറഞ്ഞ് പഠിച്ച വിദ്യയൊന്നും ഫലപ്പെടാതെ മരണത്തിന് കീഴടങ്ങി പഞ്ചഭൂതമായി ഭൂമിയിൽ ലയിച്ചു, കൃമിയായി മാറി, കൃമിക്കരയായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളും ഒരു നാളിൽ ലോകത്തോട് യാത്ര പറയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിലും ജീവന്റെ ഉടമസ്ഥൻ നിങ്ങളുടെ ജീവനെ ചോദിച്ചാൽ ഒരു സെക്കൻഡ് കൂടെ നിങ്ങളെ ഇവിടെ നിർത്തി താമസിപ്പിക്കുവാൻ ലോകത്തിലെ ആർക്കും കഴിയില്ല. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയാതെ, മനുഷ്യജീവന്റെ വിലയറിയാതെ, ഒരു നിമിഷ നേരത്തെ കോപത്തിൽ, ധാർഷ്ട്യത്തിൽ, പകയിൽ വിലയേറിയ മനുഷ്യജീവിതങ്ങൾ ഇന്ന് അനേകരുടെ കൈകാൽ കശാപ്പിയപ്പെടുന്നു. ഏറ്റവും അനേകരുടെ ജീവനെ കവരുന്നു. ഒരു ചെടിയിൽ നിന്ന് പൂ ഇറുക്കുന്ന ലാഘവത്തോട്, ഒരു ഉറുമ്പിനെ ഞെരിച്ചു കൊള്ളുന്ന ലാഘവത്തോട്, ഒരു കൊതുകിനെ അടിച്ചു കൊള്ളുന്ന ലാഘവത്തോട് മനുഷ്യനെ അടിച്ചു കൊല്ലുന്നു, വെട്ടി നുറുക്കുന്നു. ഭാര്യ ഭർത്താവിന്റെ ജീവൻ, ഭർത്താവ് ഭാര്യയുടെ ജീവൻ, അപ്പനും അമ്മയും കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ അപഹരിക്കുന്നു. എത്രയോ കൊലപാതകങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റേണ്ട കരങ്ങൾ തന്നെ കഴുത്ത് ഞെരിച്ച് കഴുത്തറുത്തുമൊക്കെ കൊല്ലുന്നു. പ്രിയതന്മാർ വെച്ച് നീട്ടുന്ന ഐസ്ക്രീമും ശീതളപാനീയങ്ങളും വിഷം കലക്കിയിരിക്കുന്നു എന്നറിയാതെ അത് വാങ്ങിക്കഴിച്ച് എത്രയോ പേർ മൃത്യുവിനിരയാകുന്നു. സ്നേഹിതരെ, എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള സന്ദേശം, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും ഒരു മനുഷ്യജീവൻ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങൾക്കൊരു മനുഷ്യജീവന് ആയുസ് നീട്ടിക്കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, മറ്റൊരുത്തന്റെ ജീവനെ അപഹരിപ്പാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ആർക്കും അവകാശമില്ല. നിങ്ങളുടെ തന്നെ ജീവനെ അപഹരിപ്പാനും നിങ്ങൾക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്. നിങ്ങൾ മരിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസമല്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവമാണ് അവസരം നൽകിയതെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര കാലം ജീവിക്കണമെന്നും ദൈവത്തിന് പ്ലാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടേതോ മറ്റൊരാളുടെയോ ജീവനെ കവരുന്നത് ദൈവിക അധികാരത്തിന്മേലുള്ള കൈകടത്തലാണ്. അതിന് ദൈവം ശിക്ഷ തരാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായി ശക്തമായി ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കുന്നില്ല. രണ്ട് നിത്യതകൾ ഒരുക്കപ്പെടുന്നു. ഒന്ന് നിത്യ സൗഭാഗ്യസ്ഥലം, രണ്ട് നിത്യദണ്ഡന സ്ഥലം. സത്യത്തിൽ അത് ഒരല്പകാലവാസം മാത്രമാണ് എന്ന് ബൈബിൾ പറയുന്നു. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്താൽ അവനെ കോടതിയിൽ ഹാജരാക്കി അവന്റെ കുറ്റം തെളിയുന്ന അവനെ വിസ്തരിച്ച ശേഷമേ, അവനെ ശിക്ഷ വിധിച്ച ശേഷമേ അവനെ ശിക്ഷ നടപ്പാക്കിയുള്ളൂ. ഒന്നുകിൽ ജീവപര്യന്തം തടവ്, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് തടവ്, 5 വർഷം. അതൊക്കെ ജഡ്ജിയാണ് തീരുമാനിക്കുന്നത്. അതുവരെ അവനെ പാർപ്പിക്കുന്നത് സബ് ജയിലിലാണ്, സബ് ജയിൽ. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാത്ത, യേശുക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കാത്ത, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കാത്ത, വിശുദ്ധ ജീവിതം നയിക്കാതെ പാപജീവിതത്തിൽ ലോകജീവിതം അവസാനിക്കുന്ന വ്യക്തി പോയി കിടക്കുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം. അവിടെ യാതനയുടെ സ്ഥലമാണ്, വേദനയുടെ സ്ഥലമാണ്, കണ്ണുനീരിന്റെ സ്ഥലമാണ്, കരച്ചിലിന്റെ സ്ഥലമാണ്, പല്ലുകടിയുടെ സ്ഥലമാണ്, സ്വസ്ഥതയില്ലാത്ത ഇടമാണ്. അതിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ധനവാനായ മനുഷ്യൻ അബ്രഹാം പിതാവിനോട് ആവശ്യപ്പെടുന്ന ഒരു പദം ഇവിടെയുണ്ട്. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. അടുത്ത പദം, ലാസറിന്റെ വിരൽ നിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണിപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളുടെയും സമൃദ്ധിയിൽ കഴിഞ്ഞ ധനവാൻ ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിക്കുന്നു. ഒരു തുള്ളി വെള്ളം. കുഷ്ഠരോഗം പിടിച്ചു വെള്ളങ്ങളാൽ നിറയപ്പെട്ട് പട്ടി നക്കി അവന്റെ വീട്ടുവാതിക്കൽ കിടന്ന ലാസർ എന്ന മനുഷ്യന്റെ, ഭിക്ഷക്കാരന്റെ വിരലിന്റെ അഗ്രം വെള്ളത്തിൽ മുക്കി
എന്റെ നാവിനെ തണുപ്പിക്കുവാൻ എന്റെ അടുക്കലേക്ക് അയക്കണമേ എന്ന് അവൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അബ്രഹാമിനോട് പറയത്തക്കവണ്ണം അതികഠിനവും അതിരൂക്ഷവും അതിഭീകരവുമായിരുന്നു യാതനാസ്ഥലത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, അല്പകാലം മാത്രം, കുറച്ചു കാലഘട്ടമാണ് അവിടെ കിടക്കേണ്ടി വരുന്നത്. നിത്യമുണ്ട്, നിത്യദണ്ഡന സ്ഥലമുണ്ട്, നിത്യനരകമുണ്ട്. മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പോകുകയല്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പറഞ്ഞു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൂടെ തിരിക്കുന്നതും കണ്ടു. അവരുടെ മുമ്പിൽ ആകാശവും ഭൂമി ഓടിപ്പോയി. പുസ്തകങ്ങൾ തുറന്നു. മരിച്ചവർക്കൂടെ പ്രവർത്തിക്കനുസരിച്ച ന്യായവിധി ഉണ്ടായി. അതാണ് അന്ത്യന്യായവിധി. അന്ത്യന്യായവിധിക്ക് ശേഷം മാത്രമേ നിത്യ നരകത്തിലേക്ക് തള്ളുകയുള്ളൂ. അതുവരെ കിടക്കുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. യാതനാസ്ഥലം തന്നെ ഭീകരതയാണ്, ഭീവത്സമാണ്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കേണ്ട അവസ്ഥ. മരിച്ചൊരു വ്യക്തി പോയി കിടക്കുന്ന സ്ഥലം, രക്ഷിക്കപ്പെടാത്ത, യേശുക്രിസ്തുവിന്റെ ജീവിക്കാത്ത വ്യക്തി പോയി കിടക്കുന്ന സ്ഥലമാണ് യാതനാസ്ഥലം. എത്ര കാലം അവിടെ കിടക്കണം? ഇന്ന് മരിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തു വരുവാൻ എത്ര കാലം താമസിക്കുമോ അത്ര കാലം യാതനാസ്ഥലത്ത് കിടക്കണം. യേശു കർത്താവ് വന്ന ശേഷം 1000 ആണ്ട് വാഴ്ച, 7 വർഷം മഹോപദ്രവം, 1007 വർഷം. അതിനുശേഷമാണ് വെള്ളസിംഹാസനം വെക്കുന്നത്. അവിടെയാണ് അന്ത്യനായ വിധി. വറചട്ടിൽ നെരുതിയിൽ നിന്നൊക്കെ പോലെ നിത്യനരകത്തിലേക്ക് അവനെ തള്ളും. അങ്ങനെയാണെങ്കിൽ വേദപുസ്തക പ്രകാരം 500 വർഷം മുമ്പ് മരിച്ച വ്യക്തി 500 വർഷമായി യാതനാസ്ഥലത്ത് കിടക്കുന്നു. യേശു കർത്താവ് മടങ്ങി വരാൻ എത്ര കാലം താമസിക്കുമോ അത്ര കാലം യാതനാസ്ഥലത്ത് കിടക്കണം. യേശു വന്ന ശേഷം 1007 വർഷം കൂടെ അവിടെ കിടക്കണം. അതിനുശേഷം നിത്യ നരക ന്യായവിധിയിലേക്ക് തള്ളും. യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ലോകത്തിലെ മോഹങ്ങളും ലോകത്തിലെ ഇമ്പങ്ങളും വേണ്ടെന്ന് വെച്ച് ദുഃഖവും ഞെരുക്കമുള്ള പാത, കുരിശിന്റെ പാത തിരഞ്ഞെടുത്ത, സഹനത്തിന്റെയും കഷ്ടതയുടെയും നിന്ദയുടെയും ആക്ഷേപത്തിന്റെയും പാത തിരഞ്ഞെടുത്തൊരു ദൈവവൈതൽ ഇന്നു പ്രാണനെ വിട്ടാൽ അവൻ ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് പറക്കുന്നു. പിന്നെ വേദനയില്ല, പിന്നെ യാതനയില്ല, പിന്നെ സങ്കടമില്ല, പിന്നെ നിത്യ സൗഭാഗ്യം ആത്മാക്കൾക്ക്. ചില ആളുകളൊക്കെ വളരെ തമാശയായിട്ടാണ് മരണാനന്തര ജീവിതത്തെ കാണുന്നത്. സുവിശേഷമൊക്കെ പറയുമ്പോൾ വളരെ പരിഹാസത്തോട് ആളുകൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, മൂളിക്കൊണ്ട്, നരകത്തിലെങ്കിലും ഒരു സീറ്റ് കിട്ടുമല്ലോ, അത് മതിയെന്ന്. പ്രിയ സ്നേഹിതരെ, നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കിയാൽ നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കാനിടയാകും. വരുന്ന ദിവസങ്ങളിൽ ആ പ്രഭാഷണത്തിൽ നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഞാൻ വെളിവാക്കാം. നരകത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞ നസ്രയനായ യേശുവാണ്. 7 പ്രാവശ്യം യേശു നരകത്തെക്കുറിച്ച് പറഞ്ഞ് 7 പ്രാവശ്യം. 7 പ്രാവശ്യം യേശു ഉപയോഗിച്ചൊരു പദം ഇറ്റേണൽ എന്ന പദമാണ്, നിത്യം എന്ന പദമാണ്, ഫോർ എവർ എന്ന പദമാണ്. പറഞ്ഞാൽ കുറെ കാലത്തേക്ക് അല്ല നരകവാസം, നിത്യയുഗങ്ങളാണ് നരകവാസം. വില്യം ബർണാം എന്ന ഒരു ദൈവദാസൻ നരകത്തെക്കുറിച്ച് ഒരിക്കൽ പ്രസംഗം ചെയ്തു. ആ ദൈവത്തിന്റെ ദാസൻ ആത്മനിറവിൽ നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. കേൾവിക്കാർക്ക് തോന്നി അവർ നരകവക്രത്തിലാണ്, ആരോ അവരെ തള്ളിയിടാൻ പോകുന്നതായി തോന്നി. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുവാൻ തുടങ്ങി. തൂണയിലും ഒക്കെ അവർ പിടിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങളെ വിടല്ലേ, ആ നരകത്തിയിലേക്ക് ഞങ്ങളെ വിടല്ലേ. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവശ്വാസം പോയി കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ല. നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ അരികിൽ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ നരകാഗ്നിയിൽ ചെല്ലരുത്, നിത്യദണ്ഡനസ്ഥലത്ത് നിങ്ങൾ ചെല്ലരുത്. വേദപുസ്തകം പറയുന്നു, ദൈവമായ കർത്താവ് മനുഷ്യന് വേണ്ടി നരകമൊരുക്കിയിട്ടില്ല. ദൈവം നരകമൊരുക്കിയത് പിശാചിന് വേണ്ടിയാണ്. സുവിശേഷം പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ കൂട്ടർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. സ്നേഹവാനായ ദൈവം മനുഷ്യന് വേണ്ടി നരകമൊരുക്കിയിട്ടില്ല. നരകമൊരുക്കിയത് പിശാചിന് വേണ്ടിയാണ് സുഹൃത്തെ, നിങ്ങൾക്ക് വേണ്ടിയല്ല. പിശാചിനെ സ്നേഹിക്കുന്നവർ, പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, അന്ധകാരത്തിൽ പ്രിയപ്പെടുന്നവർ, ദുഷ്ടപിശാചിന്റെ ഹിതം അന്വേഷിക്കുന്നവർ, ദുഷ്ടപിശാചിനെ അവരുടെ ദൈവമായി സ്വീകരിച്ചവർ, പിശാചെന്ന അപ്പന്റെ മക്കളായി മാറുന്നവർ, അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിൽ ചെല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹിതരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പറുദീസയാണ്, നിത്യതയാണ്, സ്വർഗ്ഗസിയോനാണ്, സന്തോഷത്തിന്റെ ഉറവിട സ്ഥാനമായ ഇമ്പങ്ങളുടെ പറുദീസയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നത്.
നിങ്ങളെ നരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മരണഭീതിയിൽ നിന്ന് വിടുവിക്കുവാൻ ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മരണപര്യന്തം മരണഭീതിക്കടിമകളായിരുന്നവരെ യേശു വിടുവിച്ചു. പിശാചിനെ യേശു കാൽവറിയിൽ തോൽപ്പിച്ചു. മരണത്തെ സദാകാലത്തേക്കും അവൻ ഇല്ലാതെയാക്കി. ആ യേശുക്രിസ്തുവിലും അവന്റെ പാപപരിഹാര ബലിയിലും നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ഭൂവിൽ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രത്യാശയോടെ ജീവിതം ഗമിപ്പാൻ കഴിയും. ഈ ഭൂവിലെ നിങ്ങളുടെ ജീവിതവാസം സന്തോഷകരമായിരിക്കും. നിത്യതയിലും നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയും. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അടുത്ത വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ക്ഷണഭംഗുരമായ ഈ ലോക ജീവിതയാത്രയിൽ മരണം എപ്പോൾ നിങ്ങളെ കടന്നു പിടിക്കുമെന്നറിയില്ല സ്നേഹിതരെ. ഈ ലോകത്തിൽ നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. മരണത്തിൻ്റെ ക്ഷണികത നിങ്ങൾ മറക്കരുത്. വളരെ ഉല്ലാസത്തോട് ജീവിതം ഗമിച്ച, സന്തോഷകരമായി ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞു പോയ എത്രയോ പേരെയാണ് മരണം പെട്ടെന്ന് കാലിയവനിൽ മറച്ചു കളഞ്ഞത്. നിങ്ങളും ഞാനും എവിടെ മരിക്കുമെന്നും എപ്പോൾ മരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ എവിടെ മരിക്കുമെന്നും എപ്പോൾ മരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും അറിയാവുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. വേദപുസ്തകം പറയും, നമ്മുടെ കാലഗതികൾ അവന്റെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ കാലഗതികൾ ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളുടെ ജീവിതത്തിന് എപ്പോൾ തിരശ്ശീല വീഴുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ, പക്ഷെ ദൈവത്തിനറിയാം. വേദപുസ്തകം പറയുന്നു, ചിരിയുടെ അവസാനം കരച്ചിലായി മാറാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമായി മാറാം. സ്നേഹിതരെ, ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങളിത് തട്ടിക്കളഞ്ഞിട്ട് മുമ്പോട്ട് പോകരുത്. നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കരുത്. നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതമായി സ്വീകരിക്കണം. അവന്റെ പാവന ചോരയാൽ നിങ്ങളുടെ പാപം കഴുകുവാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടണം. വിശുദ്ധ വേദപുസ്തക ഉപദേശപ്രകാരം ജീവിക്കുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടണം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ ഈ ലോക ജീവിതത്തിലും സന്തോഷം, നിത്യതയിലും സന്തോഷം. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? മരണത്തിൻ്റെ യാദൃച്ഛികതയെക്കുറിച്ച്, അനിവാര്യതയെക്കുറിച്ച് അറബികളുടെ ഇടയിൽ ഒരു കഥയുണ്ട്. ഒരു അറബിയുടെ അറബി ഭൃത്യനെ സാധനം വാങ്ങാൻ ചന്തയിൽ വിട്ടു. അറബിയുടെ ഭൃത്യൻ അവിടെ ചെന്നപ്പോൾ മരണദൂതൻ അവിടെ നിൽക്കുന്നു. അവനെ നോക്കി കണ്ണുകൊണ്ടുന്നതായി തോന്നി. അവൻ സഞ്ചിയും സാധനം ഇട്ടിട്ട് ഒറ്റയോട്ടം ഓടി. അറബിയുടെ ഭൃത്യൻ അറബിയുടെ അടുക്ക് വന്ന് പറഞ്ഞു, സാറേ, അങ്ങനെ രക്ഷിക്കണം. മരണദൂതൻ എന്നെ നോക്കി കണ്ണുരുട്ടി ജംഗ്ഷനിൽ ചന്തയിൽ നിൽക്കുന്നു. അറബി പറഞ്ഞു, ഞാൻ രക്ഷിക്കാം. അറബിക്കുള്ള കുതിരയെ കൊടുത്തു. ഏറ്റവും വേഗത കൂടിയ കുതിര. ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ദാസ് ഐലൻഡ് എന്ന സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. 5 മണിക്ക് മുമ്പ്, സൂര്യാസ്തമനത്തിന് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അറബിയുടെ ഭൃത്യൻ വേഗത കയറിയ കുതിരപ്പുറത്ത് കയറി ഏറ്റവും വേഗത്തിൽ ഓടിച്ച് ദാസ് ഐലൻഡിലേക്ക് പായാൻ തുടങ്ങി. അറബിയുടെ ഭൃത്യൻ പോയ പുറകിന് അറബി ചന്തയിൽ ചെന്നു. ഇപ്പോൾ മരണദൂതൻ പോയിട്ടില്ല, അവനോട് നിൽക്കുക. അറബി ചോദിച്ചെന്നാ പറയുന്നത്, മരണദൂത, നീ എൻ്റെ ഭൃത്യനെ ഇന്ന് രാവിലെ പേടിപ്പിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? ഉടനെ മരണദൂതൻ പറഞ്ഞു, ഞാനവനെ പേടിപ്പിച്ചൊന്നുമില്ല, അവനെ നോക്കി എന്നുള്ളത് ശരിയാ. അവനെ നോക്കാനൊരു കാര്യമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എനിക്ക് അവനെ ദാസ് ഐലൻഡിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോകേണ്ടതാ. ഇവൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാൽ ഇവനെ എങ്ങനെയാണ് എനിക്ക് ദാസ് ഐലൻഡിൽ വെച്ച് പിടിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചതാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? വൈകിട്ട് 5 മണിക്ക് ദാസ് ഐലൻഡിൽ വെച്ച് മരണദൂതൻ അറസ്റ്റ് ചെയ്യേണ്ട അറബിയുടെ ഭൃത്യൻ
ചന്തയിൽ പോയിട്ട് സാധനം പോലും വാങ്ങാതെ സഞ്ചി വലിച്ചെറിഞ്ഞ് ഓടി അറബിയുടെ അരികിൽ തിരികെ വന്നിട്ട് ഏറ്റവും വേഗത കൂടിയ കുതിരപ്പുറത്ത് കയറി ദാസൈഡിലേക്ക് പോവുകയാണ് കൃത്യസമയത്ത് അവിടെ ചെല്ലാൻ. അല്ലേ? ബേനസർ ഭൂട്ടോ എന്ന പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി വർഷങ്ങൾ ദുബൈയിൽ വസിച്ചു. അവസാനം അവരുടെ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തി. ഒരാഴ്ച കഴിയും മുമ്പ് വലിയ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ച ശേഷം ലോകത്തോട് യാത്ര പറഞ്ഞു. സ്നേഹിതരെ, ദൈവം നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ ഞാൻ ലോകത്തോട് യാത്ര പറയണം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കണം. അതിന് ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യതയ്ക്കായി ഒരുങ്ങുവാൻ ദൈവം ഒരുക്കട്ടെ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പ്രത്യാശയും ഉള്ളവരായി നിങ്ങൾ തീരട്ടെ. മരണത്തെ ഭയപ്പെടാത്തവരായി ജീവിപ്പാൻ നിങ്ങൾക്ക് ഈ ആയുസ്സിൽ ദൈവം കൃപ നൽകട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പതിവായി ചെയ്യുന്ന പോലെ 2 കാര്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതമായി അംഗീകരിച്ച് വിശുദ്ധ ജീവിതത്തിനുടമയായി ജീവിപ്പാൻ ദൈവമിടയാകട്ടെ. നിങ്ങളുടെ പാപം കർത്താവ് കഴുകുന്ന നിമിഷമായി മാറട്ടെ. 2, ദൈവം നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും സ്വസ്ഥങ്ങളും. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദേശം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളോടുള്ളത്തോട് ദൈവമേ, മാന്യ സ്നേഹിതരോടുള്ളത്തോട് ദൈവാത്മാവ് ഇടപെടണമേ. നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കുവാൻ, ഈ ജീവിതത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് കരുതുവാൻ, ക്രൂശിൽ മരിച്ച യേശു കർത്താവിനായി ജീവിതം സമർപ്പിപ്പാൻ ഈ പ്രഭാഷണം കേൾക്കുന്നില്ലവർക്ക് നീ കൃപ നൽകണമേ. അവിടുത്തെ രക്തത്താൽ അവളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. രോഗികളായി, നിരാശയുള്ളവരായി, ഭാരമുള്ളവരായി, കഷ്ടത അനുഭവിക്കുന്നവരായി ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ കരം അവരെ സ്പർശിക്കണമേ. അവിടുത്തെ കരത്തിന്റെ സ്പർശനത്താൽ ഇപ്പോൾ അവിടുന്ന് അവർക്ക് സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ, പ്രത്യാശ നൽകണമേ. അവിടുത്തെ കരം അവരെ സ്പർശിച്ചിരിക്കാതെ സ്തുതിക്കുന്നു, പ്രാർത്ഥനകൾ നമിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും